നമസ്കാരം. ഫേസ് ടു ഫേസിലേക്ക് സ്വാഗതം. ഫേസ് ടു ഫേസിൽ ഇന്ന് ആതിഥേയയായി എത്തിയിരിക്കുന്നത് വെസ്റ്റേൺ ഗാർഡ്സ് പീപ്പിൾ ഫൗണ്ടേഷൻ്റെ ചെയർമാൻ ജെയിംസ് വടക്കനാണ്. നമസ്കാരം. ജെയിംസ് സാറ്, ഇത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ രണ്ട് പ്രദേശങ്ങളൊന്ന് കുമിളി, വാഗമൺ, ഈ രണ്ട് പ്രദേശങ്ങളെ അതിൻ്റെ വാഹകശേഷി നിർണ്ണയിക്കുക, അതിനുശേഷം ദുരന്ത നിവാരണ നിയമം പ്രകാരമുള്ള നടപടിക്രമങ്ങൾ പാലിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിലൊരു നിർദ്ദേശം കൊടുക്കാൻ വേണ്ടി ഹൈക്കോടതി ഇടുക്കി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. നാം ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഒരു പ്രദേശത്തിൻ്റെ വാഹകശേഷി സംബന്ധിച്ച് എങ്ങനെ നിർണ്ണയിക്കും എന്നത് സംബന്ധിച്ചൊരു വലിയ ആശങ്ക നിലനിൽക്കുകയാണ്. എന്താണ് ഒരു പ്രദേശത്തിൻ്റെ വാഹകശേഷി, എങ്ങനെയാണ് ഒരു പ്രദേശത്തെ അങ്ങനെ വാഹകശേഷി ആയിട്ട് നിശ്ചയിക്കുക, ഇത് സംബന്ധിച്ചുള്ള വലിയ ചർച്ചകൾ ഉയർന്നു വരികയാണ്. ഇപ്പോൾ ഇലക്ഷൻ്റെ ചൂടായ കാരണം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചയിലേക്ക് വരുന്നില്ല. എന്തായിരിക്കാം വെസ്റ്റേൺ ഗാർഡ്സ് പീപ്പിൾ ഫൗണ്ടേഷൻ ഇത്തരത്തിൽ ഒരു കോടതി നിർദ്ദേശത്തെയും അതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങളെയും എങ്ങനെയാണ് വിലയിരുത്തുക? തങ്കച്ചൻ പീറ്ററെ, ഈ വാഹകശേഷി എന്നുള്ള ഒരു പദം ആദ്യമായിട്ട് ഉയർന്നത് എനിക്ക് തോന്നുന്നു 2023 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഹൈക്കോടതിയിലെ വൺ ലൈഫ് വൺ എർത്ത് കേസിനെ സംബന്ധിച്ച് ഉള്ള ചർച്ചകൾക്കിടയിലാണ്. അപ്പോൾ അതിൽ ഒരു ദിവസം, ഞാൻ ദിവസം ഓർക്കുന്നില്ല, ഏതായാലും 3-ാമത്തെയോ 4-ാമത്തെയോ സിറ്റിങ്ങിൽ കോടതി ചോദിച്ചു, ഹിമാലയത്തിലെ 13 സംസ്ഥാനങ്ങളിൽ ക്യാരിയിങ് കപ്പാസിറ്റി പഠിക്കാനായിട്ട് ഒരു നിർദ്ദേശമുണ്ട്, സുപ്രീം കോടതിയുടെ മുമ്പിലുണ്ട്, ആ തരത്തിൽ എന്തുകൊണ്ട് കേരളത്തിൽ ഇതൊന്നും ചെയ്തുകൂടാ എന്നൊരു ചോദ്യം ഉദിച്ചു. അങ്ങനെ അവർ കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയത്തെ സുമോട്ടോ കേസിൽ കക്ഷിയാക്കി. പിന്നീട് മനസ്സിലാകുന്നത് ഈ 13 സംസ്ഥാനങ്ങളിൽ ക്യാരിയിങ് കപ്പാസിറ്റി പഠിക്കാനായിട്ട് സുപ്രീം കോടതി പറഞ്ഞത്, നിങ്ങൾ ഒരു സാങ്കേതിക സമിതിയെ 13 അംഗ ടെക്നിക്കൽ കമ്മിറ്റിയെ നിയമിക്ക്, അവർ റിപ്പോർട്ട് കൊണ്ടുവരട്ടെ, എന്നിട്ട് അവിടെ ക്യാരിയിങ് കപ്പാസിറ്റിയിൽ കെട്ടിടങ്ങൾ പണിയാൻ പറ്റുമോ, നാട്ടുകാർക്ക് താമസിക്കാൻ പറ്റുമോ എന്നാണ് അന്ന് സുപ്രീം കോടതി പറഞ്ഞത്. രാജ്യത്തെ പരമോന്നത നീതിന്യായ കോടതിയായ സുപ്രീം കോടതിക്ക് അപ്പുറം ഒരു കോടതിയില്ലല്ലോ. അപ്പോൾ സുപ്രീം കോടതി പോലും അവിടുത്തെ ജഡ്ജിമാർ എത്ര സാങ്കേതിക പരിജ്ഞാനമുള്ളവരാണെങ്കിൽ പോലും അവർ സ്വയം ഒരു തീരുമാനമെടുത്തില്ല. അവരെന്താ പറഞ്ഞത്, ദേശീയ വന്യജീവി വകുപ്പിനോടും അല്ലെങ്കിൽ എൻവയൺമെൻറ്റൽ വകുപ്പിനോടും നിങ്ങൾ ഒരു കമ്മിറ്റിയെ ഉണ്ടാക്കി, 13 അംഗ കമ്മിറ്റിയെ ഉണ്ടാക്കി, അവരുടെ തീരുമാനങ്ങൾ കണ്ടെത്തിയിട്ട് തീരുമാനിക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത്. ഇവിടെ അതിനോടൊപ്പം തന്നെ 3 നിലയിലധികമുള്ള കെട്ടിടങ്ങൾക്ക് ഇടുക്കിയിൽ ആദ്യമേ നിരോധനം ഏർപ്പെടുത്തി. അത് ആ നിരോധനം പല പ്രാവശ്യം തുറന്നുകൊണ്ടിരുന്നു. അവിടെ 2 പ്രാവശ്യം ഈ ക്യാരിയിങ് കപ്പാസിറ്റിയെ പറ്റി ചർച്ചയുണ്ടായി. സത്യത്തിൽ ഒരു അന്വേഷണ താല്പര്യത്തോടു കൂടി ഈ കേസുകളെല്ലാം ഫോളോ അപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ എന്തായാലും എന്താണ് ക്യാരിയിങ് കപ്പാസിറ്റി എന്നതിനെപ്പറ്റി വളരെ വിശദമായിട്ട് പിടിച്ചപ്പം മനസ്സിലാകുന്നത് 1820 ലോകത്തിൽ ആദ്യമായിട്ട് ക്യാരിയിങ് കപ്പാസിറ്റിയെ പറ്റി ഒരു ചിന്ത വരുന്നത്. അത് ഒരു ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ ഫിലോസഫറായ വില്യം ഗോഡ്വിൻ എന്ന് പറയുന്ന ആളാണ് ഈ ക്യാരിയിങ് കപ്പാസിറ്റിയെ പറ്റി പറഞ്ഞത്. പക്ഷേ അദ്ദേഹം അത് പറഞ്ഞത് ജനസംഖ്യ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ള ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഈ ക്യാരിയിങ് കപ്പാസിറ്റി എന്ന ഒരു കൺസെപ്റ്റ് തന്നെ കൊണ്ടുവന്നത്. പക്ഷേ പിന്നീട് ജനസംഖ്യാ നിയന്ത്രണത്തിലൊന്നും അത് സംഭവിച്ചില്ല. അതിനുശേഷം ഈ ക്യാരിയിങ് കപ്പാസിറ്റി വന്നത് ഒരു കപ്പലിൽ എത്രമാത്രം ചരക്കുകൾ കയറ്റാൻ പറ്റും, എത്ര ടണ്ണ് ചരക്ക് കയറ്റാൻ പറ്റും, അത് മുങ്ങാതെ എങ്ങനെ ഒരു തുറമുഖത്ത് നിന്ന് മറ്റൊരു തുറമുഖത്ത് എത്താൻ പറ്റും, അതായിരുന്നു ക്യാരിയിങ് കപ്പാസിറ്റി ടെക്നിക്കലി. അതിനുശേഷം പിന്നെ അത് എഞ്ചിനീയറിംഗിലേക്ക് വന്നു, വന്യജീവി സംരക്ഷണത്തിലേക്ക് വന്നു, കൃഷിയിലേക്ക് വന്നു, ബയോളജിയിലേക്കൊക്കെ വന്നു. സത്യത്തിൽ ആദ്യമേ ഇത് പേ ലോഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കപ്പലിനകത്ത് എന്തോരം സാധനങ്ങൾ, എത്ര ടൺ സാധനങ്ങൾ കയറ്റാം എന്നായിരുന്നു. പിന്നെ 1850 അത് നിർമ്മാണങ്ങൾക്ക് ഉണ്ടായി, കനാലിൻ്റേതായി, റെയിലിൻ്റേതായി, പൈപ്പ് ലൈനിൻ്റേതായി, വൈദ്യുതി ട്രാൻസ്മിഷൻ ടവറുകളുടേതൊക്കെയായി. അതിനുശേഷം 1914-15 ഒരു അമേരിക്കൻ കൺസർവേഷനിസ്റ്റ് പരിസ്ഥിതി വിദഗ്ധനായ ആൽഡോ ലിയോപോൾഡ് മൃഗങ്ങളിൽ അല്ലെങ്കിൽ വന്യജീവികൾക്ക് ക്യാരിയിങ് കപ്പാസിറ്റിയെ പറ്റി അത് പഠിക്കണമെന്ന് പറഞ്ഞു. 1953 വീണ്ടും മറ്റൊരു US എക്കോളജിസ്റ്റ്, അദ്ദേഹം യൂജിൻ ഓഡം, അദ്ദേഹം ഫണ്ടമെൻ്റൽസ് ഓഫ് ഇക്കോളജി
എന്ന ഒരു പ്രബന്ധം തന്നെ അവതരിപ്പിച്ചു. അതിനുശേഷം 1978 US ഇക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡാനിയേൽ ബോട്ട്കിൻ പറയുന്നു ക്യാരിയിങ് കപ്പാസിറ്റിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന്. സത്യത്തിൽ ഇവിടെ നമുക്ക് ക്യാരിയിങ് കപ്പാസിറ്റി അല്ല വിഷയം, ക്യാരിയിങ് കപ്പാസിറ്റിയിലേക്ക് നയിച്ച പശ്ചാത്തലമാണ് നമ്മൾ കാണേണ്ടത്. എന്താണ് ആ പശ്ചാത്തലം? പശ്ചാത്തലം എന്ന് പറയുന്നത് ആദ്യമേ മൂന്നാറിനോട് ബന്ധപ്പെട്ട് ഏതാണ്ട് 100 കിലോമീറ്ററോളം അകലത്തിൽ കിടക്കുന്ന ഏതാണ്ട് 13 വില്ലേജ് പഞ്ചായത്തുകളിൽ 3 നില നിർമ്മാണ നിരോധനം കൊണ്ടുവന്നു. 3 നില നിർമ്മാണ നിരോധനത്തിന് പറഞ്ഞിരിക്കുന്നത് അവിടെ മലയിടിച്ചിലുണ്ടാകുന്നു, അവിടുത്തെ ഭൂമിയിൽ കെട്ടിടങ്ങൾ പണിയും സുരക്ഷിതമല്ല, റെഡ് സോൺ ഉണ്ട്, ഓറഞ്ച് സോൺ ഉണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് കോടതി നിർദ്ദേശം 2023 2020 ഓഗസ്റ്റ് മാസം 28-ാം തീയതി പെട്ടിമുടിയിൽ മൂന്നാറിൽ തന്നെ 65 തൊഴിലാളികൾ ഒഴുകിപ്പോയ ഒരു വലിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി, മലയിടിച്ചിലുണ്ടായി. അതിനെപ്പറ്റി അന്നത്തെ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി, അദ്ദേഹം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനും കൂടെ സെക്രട്ടറിയാണെന്ന് പറഞ്ഞു, ജയതിലക് IAS. ജയതിലക് IAS പറഞ്ഞൊരു കാര്യമുണ്ട്, പെട്ടിമുടിയിൽ ഈ പറയുന്ന എന്നാ പറയുന്ന മലയിടിച്ചിലോ അല്ലെങ്കിൽ ഉരുൾപൊട്ടലോ ഉണ്ടായത് തേയിലത്തോട്ടത്തിന് 2 കിലോമീറ്റർ നിബിഡ വനത്തിലാണ്. അവിടെ ഒരിടത്തും ഒരു ആൾവാസമോ കെട്ടിടങ്ങളോ ഒന്നുമില്ല. അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു, ഓറഞ്ച് സോണ് റെഡ് സോണ് എന്ന് പറയുന്നതിനൊന്നും ഈ ഉരുൾപൊട്ടലായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അത് മഴയുടെ തീവ്രത കൂടുമ്പോൾ ഇത് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് ഇതിനെ നിർദ്ദേശിക്കാനോ നിയന്ത്രിക്കാനോ സാധിക്കുന്ന ഏക ഘടകം എന്നത് പശ്ചിമഘട്ടത്തിലെ മഴകൾ നിയന്ത്രിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പം പശ്ചിമഘട്ടത്തിലെ കൃഷിക്കാർ കൃഷി ചെയ്തുകൊണ്ടല്ല അവിടെ മലയിടിച്ചിലുണ്ടാകുന്നതും അവിടെ ഈ പ്രശ്നങ്ങളുണ്ടാകുന്നതും. അവിടെ മഴയെ ആർക്ക് നിയന്ത്രിക്കാൻ പറ്റും എന്നൊരു ചോദ്യമുണ്ട്. ഇതിക്ക് മുമ്പ് സംസ്ഥാനത്തെ നിയമസഭ പരിസ്ഥിതി കമ്മിറ്റിയുടെ മുമ്പിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞിരുന്നു, ഒരു ദിവസം 15 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ മൂന്നാറിലോ പശ്ചിമഘട്ടത്തിലോ പെയ്താൽ മലയിടിച്ചിലുണ്ടാകും, ഉരുൾപൊട്ടലുണ്ടാകും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? പശ്ചിമഘട്ടത്തിൽ മൂന്നാറടക്കമുള്ള കുമളി അടക്കമുള്ള വാഗമൺ അടക്കമുള്ള സ്ഥലങ്ങളിൽ 15 സെൻറ്റിമീറ്റർ കൂടുതൽ മഴ പെയ്യാതിരിക്കാൻ സാധ്യമായ കാര്യങ്ങൾ, നിയന്ത്രണങ്ങളെല്ലാം സംസ്ഥാനം ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്, പശ്ചിമഘട്ടത്തിൽ മഴ ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രത്യേകത കേരളത്തിനുണ്ട്. ലോകത്തൊരിടത്തും ഇല്ലാത്ത പോലെ 130-100 കിലോമീറ്റർ വീതിയിൽ ഒരു സമുദ്രവും മലമ്പ്രദേശവും ഉള്ള ഏക ജിയോഗ്രാഫിക്കൽ ഏരിയ കേരളമാണ്. അതാരും പഠിക്കില്ല. ശരിക്കും പറഞ്ഞാൽ കടലിലെ നീരാവിക്ക് ശക്തി കൂടി അല്ല കടലിലെ ചൂട് കൂടിക്കഴിയുമ്പം അവിടെ നിന്നുണ്ടാകുന്ന നീരാവി എത്രയും പെട്ടെന്ന് പോയി മലകളിൽ പോയി വീണ് മഴയുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പശ്ചിമഘട്ടത്തിലെ കെട്ടിട നിർമ്മാണമോ അല്ലെ പശ്ചിമഘട്ടത്തിലെ കൃഷിഭൂമിയുടെ വിഷയങ്ങളോ അല്ലെങ്കിൽ കൃഷിക്ക് കൊടുത്ത ഭൂമിക്കകത്ത് കെട്ടിടം പണിയുന്നൊന്നും അല്ല കേരളത്തിലെ പ്രസക്തമായ വിഷയം. കേരളത്തിലെ പ്രസക്തമായ വിഷയം ഇവിടെ നമ്മുടെ ചൂട് കൂടുന്നുണ്ടോ, ചൂട് കൂടാൻ സഹായകര എന്തെങ്കിലും ഘടകങ്ങളുണ്ടോ, അതിനെ നിയന്ത്രിക്കാനാവുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? പ്രതികൾക്ക് സംരക്ഷണം കൊടുത്തുകൊണ്ട് ഇരയെ പേടിപ്പിക്കുന്ന പരിപാടിയാണ്. പ്രതികൾ എന്ന് ഞാൻ പറയുമ്പോൾ ഈ പശ്ചിമഘട്ടത്തിലെ മഴയ്ക്ക് അല്ലെങ്കിൽ തീവ്ര മഴയ്ക്ക് കാരണക്കാരാകുന്ന നമ്മുടെ കടൽ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ അതിനടുത്ത് താമസിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇതിന് കുറ്റവാളികൾ എന്ന് പറയുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പിന്നീട് വരാം. അതിന് മുമ്പ് ഈ പശ്ചിമഘട്ടത്തിലെ കെട്ടിട നിർമ്മാണം നിയന്ത്രിക്കണം എന്ന ഒരു ചിന്ത ആർക്ക് എവിടുന്ന് ഉണ്ടായെന്നറിയില്ല. എന്തായാലും നമ്മളേറെ ആദരിക്കുന്ന പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ 3 വോളിയമുള്ള 700 പേജുള്ള റിപ്പോർട്ടുണ്ട്. നമുക്കറിയാമല്ലോ, നമ്മളെല്ലാവരും ഏറെ എതിർത്ത ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ ഹിമാലയൻ മലനിരകളേക്കാൾ എത്രയോ ഇരട്ടി ദൃഢതയും തീവ്രതയും കാലപ്പഴക്കവും ഉള്ളതാണ് ഈ പറയുന്ന വെസ്റ്റേൺ ഗട്ട്സ്. വെസ്റ്റേൺ ഗട്ട്സിൻ്റെ 10-1 പോലും ദൃഢത നമ്മുടെ ഹിമാലയത്തിനില്ല. ഹിമാലയത്തിൽ ഇപ്പോഴും അവിടെ പ്ലേറ്റുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പശ്ചിമഘട്ടത്തിലെ നമ്മുടെ കേരളത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന ആ മലയോരങ്ങളിലെ ഭൂമി എന്ന് മലകളെന്ന് പറയുന്നത് ഒന്നും സംഭവിക്കാത്തതാണ്. അത് നമ്മൾ കാഷ്വലായിട്ട് ജെയിംസ് അടക്കം പറയുമ്പം കേൾവിക്കാർക്ക് ചിലപ്പം ഒരു സംശയം ഉണ്ടാകാം. അത് ഉദാഹരണം എന്ന് പറയുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാമാണ് ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്. ഇടുക്കിയിൽ നിന്ന് കട്ടപ്പനയ്ക്കൊന്നും എല്ലാവർക്കും കാണാമല്ലോ. ആ പ്രോജക്റ്റ് 76-ൽ കമ്മീഷൻ ചെയ്തിട്ട് ഇപ്പം ഏതാണ്ട് 50 വർഷം പിന്നിടുക. അതിനിടയ്ക്ക് മുല്ലപ്പെരിയാറിൽ നമ്മൾ ഭൂകമ്പം വരുന്നു, അവിടെ പൊട്ടും ഇവിടെ പൊട്ടും എന്ന് പറഞ്ഞിട്ട്
ഏതാണ്ട് 40ഓളം ജലവൈദ്യുത പദ്ധതികൾ ഏറ്റവും ഗംഭീരവും ഏറ്റവും ഭീമാകാരനുമായതാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ആ പദ്ധതികളൊക്കെ ഈ കഴിഞ്ഞ 50 വർഷമായിട്ട് ഒരു വിള്ളൽ പോലും ഇല്ലാതെ ഒരനക്കം പോലും നിൽക്കുന്നുണ്ടെങ്കിൽ പശ്ചിമഘട്ടത്തിലെ മലകൾക്ക് ദൃഢതയുണ്ടെന്നും അവിടെ 10 അല്ല 20 നില കെട്ടിടം പണിയാം എന്നും ശാസ്ത്രീയമായി തെളിയിക്കാൻ സംശയമൊന്നുമില്ല. പക്ഷേ തെളിയിക്കപ്പെടാനായിട്ട് ഒരവസരം കൊടുക്കണ്ടേ? ഇതിനകത്ത് ജിയോളജിസ്റ്റുകളുണ്ട്, അല്ലെങ്കിൽ മറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുണ്ട്. അവരോടൊന്നും ചോദിക്കർ എന്ന് പറഞ്ഞ് ആ പറയുന്നവരുടെ പേരിൽ ഇങ്ങനെ ഒരു കാര്യങ്ങൾ തീരുമാനിച്ചാൽ അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എല്ലാവരോടുമുള്ള എല്ലാ ബഹുമാനത്തോടും പറയട്ടെ, ശാസ്ത്രീയ അടിത്തറയുടെ പിൻബലത്തിലല്ലാതെ ഇതൊന്നും തീരുമാനിക്കാനാവില്ല. പെട്ടിമുടിയിലും കവളപ്പാറയിലും ആണ് ഈ അടുത്ത നാൾ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായത്. നമ്മൾ പറഞ്ഞല്ലോ, പെട്ടിമുടിയിൽ ആ റിപ്പോർട്ടിൽ പറയുന്നത് ടിൻ ഷീറ്റുകൾ കൊണ്ടുള്ള എന്ന് പറയുന്ന പോലത്തെ ഒരു 8 അടി പൊക്കത്തിലുള്ള ലയവ ഉണ്ടായിരുന്നത്. അവിടെയാണ് ഈ 65 പേര് മരിച്ചത്, അല്ലാതെ കെട്ടിടം ഇടിഞ്ഞു വീണല്ല മരിച്ചത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ ഇപ്പോഴത്തെ പശ്ചിമഘട്ടത്തിലെയും കേരളത്തിലെയും പരിസ്ഥിതിയെപ്പറ്റി നടക്കുന്ന വാദപ്രതിവാദങ്ങളെല്ലാം ശാസ്ത്രീയ അടിത്തറയുടെ അടിസ്ഥാനത്തിലല്ല എന്ന കാര്യം നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടി വരും. എത്രയോ റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ അടുത്ത നാളിൽ ശ്രദ്ധിച്ചു, അതായത് വയനാട്ടിലെ മഴകളെ പറ്റി പഠിക്കാനായിട്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഞാനവിടെ പഠിച്ചതാണ്. ആ കൊച്ചിൻ യൂണിവേഴ്സിറ്റി സയൻസ് ആൻഡ് ടെക്നോളജിയും ഹ്യൂം സെൻറ്റർ ഫോർ എക്കോളജി ആൻഡ് വൈൽഡ് ലൈഫ് ബയോളജി എന്ന് പറയുന്ന സംഘടനയും കൂടെ സംയുക്തമായിട്ട് ഒരു പദ്ധതി തയ്യാറാക്കി. അവരവിടുത്തെ കഴിഞ്ഞ 40 വർഷത്തെ മഴയെപ്പറ്റി പഠിച്ചു, മഴ വരാനുള്ള സാധ്യതകളെ പറ്റി പഠിച്ചു. അതൊക്കെയല്ലേ നമ്മൾ ശാസ്ത്രീയമായിട്ട് ചെയ്യണം എന്ന് പറയുന്നത്. അങ്ങനെ ശാസ്ത്രീയമായി ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ അവിടെ 2 നില കെട്ടിടം പണിതാൽ, ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, മൂന്നാറിൽ 13 വില്ലേജ് പഞ്ചായത്തുകളിൽ ആദ്യം 3 നില കെട്ടിട നിർമ്മാണം നിരോധനം കൊണ്ടുവന്നു. പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഈ അടുത്ത നാളിൽ അവിടെ അടുത്ത് പോയി, ഞാൻ ഹോട്ടലിൻ്റെ പേരൊന്നും പറയുന്നില്ല, 5ാം നിലയിൽ 20 മുറിയുള്ളൊരു ഹോട്ടൽ അവിടെയുണ്ട്. അപ്പോൾ ഈ പറയുന്ന 5ാം നിലയിൽ 20 ഹോട്ടലുള്ള ഒരു മുറിയിൽ 20 പേര് താമസിക്കുമ്പോൾ എന്തിനാ തൊട്ടങ്ങപ്പുറത്തെ കെട്ടിടം 3 നിലയെ പറ്റുള്ളൂ എന്ന് പറയേണ്ടത്? സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഈ 3 നിലയ്ക്ക് മുകളിൽ നിർമ്മാണ നിരോധനം, ബേസ്മെൻറ്റ് തുടങ്ങി എന്ന് പറയുന്ന അല്ലെങ്കിൽ നിർദ്ദേശിക്കുമ്പോൾ നിലവിലുള്ള കെട്ടിടങ്ങളിൽ 3 നിലയ്ക്ക് മുകളിലോട്ട് ഒക്യുപ്പൻസി അനുവദിക്കാൻ പാടില്ലല്ലോ. അതല്ലേ നിയമം? ഞാൻ കയ്യൂക്കുള്ളവൻ കൊണ്ട് ഞാനൊരു 10 നില കെട്ടിടം പണിതു, എനിക്കൊരു 100 മുറിയുള്ള ഹോട്ടലുണ്ട്, അവിടെ ഞാൻ യഥേഷ്ടം ആൾക്കാരെ കയറ്റും. തൊട്ടപ്പുറേ വരുന്നവൻ 2 നില പണിതാൽ മതി എന്ന് പറഞ്ഞാൽ അതൊരു ഒരു മോണോപോളിസായിട്ട് കാണേണ്ടിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഈ 3 നില നിർമ്മാണ നിരോധനം നിലനിർത്താനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അടിയന്തരമായിട്ട് ഇടുക്കി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഇടുക്കിയിലുള്ള എല്ലാ 3 നില കെട്ടിടങ്ങളുടെയും മുകളിലേക്കുള്ള നിലകൾ അടിയന്തരമായി ഫ്രീസ് ചെയ്യുകയും, അത് ഹോട്ടലാണെങ്കിലും കൊള്ളാം, ലോഡ്ജ് ആണെങ്കിലും കൊള്ളാം, ആശുപത്രി ആണെങ്കിലും കൊള്ളാം, വിദ്യാഭ്യാസം ആണെങ്കിലും കൊള്ളാം, അത് നിർത്തണം. എങ്കിലല്ലേ ഈ പറയുന്നതിന് ലോജിക്ക് ഉണ്ടാകത്തുള്ളൂ നഗരം പീറ്ററെ. അല്ലാതെ ഞാൻ ഒരു കെട്ടിടം 10 നിലയ്ക്ക് പണിതു, അന്ന് കോടതി ഇടപെട്ടില്ല, അല്ലെങ്കിൽ നിർദ്ദേശം ഉണ്ടായില്ല, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി അത് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അവരെ നിലനിർത്താൻ അനുവദിക്കാൻ പാടില്ലല്ലോ. ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടത് ഈ പറയുന്ന 3 നിലയ്ക്ക് മുകളിൽ ഇരു കെട്ടിടങ്ങൾ വേണ്ട, അത് വാഗമണ്ണിലും കുമളിയിലും നടപ്പിലാക്കാൻ പോവുകയാണെങ്കിൽ ഇതുവരെ നിർദ്ദേശിച്ച 13 വില്ലേജുകളുള്ള മുഴുവൻ കെട്ടിടങ്ങളിലെ 3+4, അതായത് 3+ ഉള്ള ഫ്ലോറുകളുടെ എല്ലാം ഒക്യുപ്പൻസി 0 ആക്കണം. അത് അവിടെ ആരും താമസിക്കുന്നില്ലെന്നും അത് ആർക്കും വാടകയ്ക്ക് കൊടുക്കുന്നില്ലെന്നും സംസ്ഥാന അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടം ഉറപ്പുവരുത്തണ്ടേ? ഇനി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ കൺസെപ്റ്റിനെ പറ്റി നിങ്ങളൊന്ന് നോക്കിക്കേ. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി എന്ന് പറയുന്ന ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലുള്ള അതോറിറ്റികളിലെ അംഗങ്ങളാരാ? അവർ വിദഗ്ധരാണോ? അല്ല. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ചെയർമാൻ ജില്ലാ കളക്ടറാണ്. അവരൊരു എക്സ്പെർട്ട് ആകണമെന്നില്ല. അവർ സിവിൽ സർവീസ് പാസ്സായി, സാധാരണ വിദ്യാഭ്യാസത്തിൽ പാസ്സായി, നല്ല ഏറ്റവും ബഹുമുഖം മിടുക്കരായതുകൊണ്ട് അവർ AIS കിട്ടി, അവരവിടെയായി. പിന്നെ ഉള്ള ഡിസ്ട്രിക്ട് പോലീസ് സൂപ്രണ്ടാണ്. അദ്ദേഹത്തിന് ഈ പറഞ്ഞ എക്സ്പെർട്ടീസ് എന്ന് പറയാനില്ലല്ലോ. പിന്നെ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ജില്ലാ ഹെൽത്ത് ഓഫീസറാണ്. ജില്ലാ ഹെൽത്ത് ഓഫീസറും ഭൂമിയുടെ ഘടനയുടെ എന്താ ബന്ധമുള്ളത്? അങ്ങനെ നോക്കുമ്പോൾ നിലവിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിൽ സാങ്കേതിക വൈദഗ്ധ്യമുള്ളവരൊന്നുമില്ല. അതുകൊണ്ട് തന്നെയല്ലേ 2 വർഷം മുന്നേ ഹിമാലയത്തിലെ 13 സംസ്ഥാനങ്ങളിൽ ക്യാരിയിങ് കപ്പാസിറ്റി നിർമ്മാണ നിരോധനവും വേണമെന്ന് സുപ്രീം കോടതി വന്നപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് ഞങ്ങളല്ല അതിൻ്റെ ആള്, ഞങ്ങളല്ല തീരുമാനിക്കേണ്ടത്. അതിനേക്കാൾ സന്തോഷം എന്നറിയാമോ? ജോഷിമഠിൽ അവിടെ മല ഇടിഞ്ഞുകൊണ്ടിരിക്കുമ്പം ഒരു പൊതു താല്പര്യ ഹർജി സുപ്രീം കോടതി ചെന്നു. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ജോഷിമഠിലെ മലയിടിച്ചിലിൻ്റെ സാങ്കേതിക കാരണം കണ്ടെത്താൻ മാത്രമുള്ള കഴിവുള്ളവരല്ല സുപ്രീം കോടതി ജഡ്ജിമാർ, ഞങ്ങളതിനല്ല ഇവിടെ ഇരിക്കുന്നത്. അത് സംസ്ഥാന സർക്കാരുണ്ട്, കേന്ദ്ര സർക്കാരുണ്ട്,
അവരുടെ സാങ്കേതിക വിദഗ്ധരുണ്ട്, സാങ്കേതിക വൈദഗ്ധ്യമുള്ള സ്ഥാപനങ്ങളുണ്ട്. അവർ പഠിക്കട്ടെ. അവർ പഠിച്ചിട്ട് അതിനകത്ത് അനീതിയുണ്ടോ അല്ലെങ്കിൽ നീതീകരിക്കാത്ത നീക്കങ്ങളുണ്ടെങ്കിൽ അതിനെപ്പറ്റി കോടതി പരിഗണിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, കേരളത്തിൽ ഈ വിഷയങ്ങളിൽ സാങ്കേതികമായി ശാസ്ത്രീയമായി ഒരു റിപ്പോർട്ടോ അല്ലെങ്കിൽ പഠനമോ നടത്താതെ ഇത് വായി തോന്നിയ കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ അവിടെ തുടരല് ഇവിടെ തുടരല് അവിടെ വേണ്ട എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ഇനി അടുത്തൊരു ചോദ്യം ഞാൻ ഈ അടുത്ത നാളിൽ കണ്ടു. ഞാൻ ലോക വിസ്മയങ്ങൾ എന്ന് പറയപ്പെടുന്ന ഒന്നാണ് ഹോങ്കോങ്ങിൽ നിന്നും ചൈനയിലേക്ക് 55 കിലോമീറ്റർ നീളത്തിൽ കടലിൽ കൂടെ പാലം പണിതിരിക്കുക. അപ്പോൾ ഈ കടലിൽ കൂടെ ഈ പാലം പണിതപ്പം വർഷങ്ങൾ എത്രയായി? 1.5 വർഷമായില്ലേ? ഇനി ഹോങ്കോങ് വിട്ടേരെ, നമ്മുടെ മുംബൈയിൽ അടൽ സേതു എന്ന് പറയുന്ന ഒരു പാലം 21.8 കിലോമീറ്റർ ഉണ്ട്. അല്ലേ? അപ്പം ഈ ലോക വിസ്മയങ്ങളൊക്കെ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ വിസ്മയങ്ങളൊക്കെ പണിയുന്നിടത്താണ് നമ്മൾ ഈ 3 നിലയ്ക്ക് അപ്പുറം പോയാൽ എന്തോ സംഭവിക്കും എന്ന് പറയുന്നത്. അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അതിനൊരു ശാസ്ത്രീയ അടിത്തറയില്ല. ഇനി ശാസ്ത്രീയ അടിത്തറ ഉണ്ടെങ്കിൽ തന്നെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇടുക്കിയുടെ പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന 40ഓളം ജലവൈദ്യുത പദ്ധതികൾ, ഇടുക്കി പദ്ധതി അടക്കം, നിങ്ങളൊന്ന് പഠിച്ചു നോക്കിയേ. അതിൻ്റെ തൊട്ടപ്പുറത്തെ ഇപ്പുറത്തെ മലയിൽ ഇപ്പോൾ റെഡ് സോണും ഓറഞ്ച് സോണുമാണ്. അതെങ്ങനെയാണ് വന്നേ? റെഡ് സോണും ഓറഞ്ച് സോണുമാണ് തൊട്ടടുത്ത മലകളിലെങ്കിൽ ഈ പദ്ധതിയെല്ലാം ഡീകമ്മീഷൻ ചെയ്യണ്ടേ? ഇനി മുല്ലപ്പെരിയാറിനെ പറ്റി വാദിക്കുന്ന നമ്മൾ മുല്ലപ്പെരിയാറുകാർക്ക് ആവശ്യമില്ലാത്ത ഒരു വടിയിട്ട് കൊടുക്കുകയല്ലേ ഈ ചെയ്യുന്നത്? നമ്മളിതെല്ലാം പഠിക്കണം. അപ്പോൾ സത്യത്തിൽ ഇത് ജനങ്ങളെ സംരക്ഷിക്കാനോ അതൊന്നും വേണ്ടിയുള്ളതല്ല. പശ്ചിമഘട്ടത്തിലെ ജനങ്ങളെ എങ്ങനെയെങ്കിലും കുടി ഇറക്കുക എന്നുള്ള ഒരു ചിന്തയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്നാ പറയുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് പ്ലാനിങ്ങിൽ ഉയർന്നു വരുന്ന നിർദ്ദേശങ്ങൾ മാത്രമാണിത്. ഞാൻ കൃത്യമായിട്ട് ഇതിൻ്റെ പുറകോട്ട് പോകുന്നില്ല. പക്ഷെ ഞാൻ വായിച്ചപ്പോൾ മനസ്സിലായത് ഇറ്റ് ഈസ് ടോൾഡ് ദാറ്റ്, ഇറ്റ് ഈസ് ഇൻഫോംഡ് ദാറ്റ്. അതെന്താണ് ഇറ്റ് ഈസ് ടോൾഡ് ദാറ്റ്? ആര് പറഞ്ഞു, എന്ത് പറഞ്ഞു, എങ്ങനെ പറഞ്ഞു പറയണ്ടേ? ഇറ്റ് ഈസ് ഇൻഫോംഡ് ദാറ്റ്. അറിയിച്ചു. ആരെ അറിയിച്ചു? അതായത് മൂന്നാറിലെ 13 വില്ലേജുകളിലും വാഗമണ്ണിലും കുമളിയിലും കെട്ടിടങ്ങൾ പണിതാൽ എന്തോ സംഭവിക്കും എന്ന് ആരാണ് നിർദ്ദേശിച്ചതെന്ന് നമ്മൾ അന്വേഷിക്കണമല്ലോ. അത് നമുക്കറിയില്ല. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, കേരളത്തിലെ പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കണമെങ്കിൽ ഒരൊറ്റ കാര്യമേ ചെയ്യാനുള്ളൂ. ഡൽഹിയിൽ ചെയ്തതുപോലെ കേരളത്തിലെ മുഴുവൻ ഡീസൽ മോട്ടോർ വാഹനങ്ങളും അടിയന്തരമായിട്ട് പിൻവലിപ്പിക്കണം. ഒരു വണ്ടി പോലും അനുവദിക്കാൻ പാടില്ല. നമ്മുടെ കാര്യം മനസ്സിലാക്കിയല്ലോ. ഏറ്റവും കൂടുതൽ പൊള്യൂഷൻ ഉണ്ടാക്കുന്നത് അതിൻ്റെ കപ്പാസിറ്റി കൂടുമ്പോഴാണ്. ഇപ്പോൾ ഒരു മാരുതി 800 കാറിൽ പോകുന്ന ആൾ വണ്ടി ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന കാർബൺ ബഹിർഗമനമല്ല ഒരു ഇന്നോവയെ പോകുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ സത്യത്തിൽ നിങ്ങൾ തിരിഞ്ഞൊന്ന് നോക്കിക്കുക. ഞാൻ ആരെ കുറ്റപ്പെടുത്തുന്നല്ലോ കേട്ടോ. അതായത് ഇപ്പം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുന്നവരെല്ലാം ഏത് വണ്ടികളാണ് യാത്ര ചെയ്യുന്നത്? അവർ ഡീസൽ ഇന്നോവയല്ല യാത്ര ചെയ്യുന്നത്. പെട്രോൾ ഇന്നോവ ഞാൻ കണ്ടിട്ടില്ല. ഡീസൽ ഇന്നോവ യാത്ര ചെയ്തിട്ടാണ് ഇടുക്കിക്കാരോട് നിങ്ങൾ പരിസ്ഥിതിയെ മോശമാക്കല്ലേ എന്ന് പറയുന്നത്. ഇനി കഴിഞ്ഞ ഒരു 2 വർഷം മുന്നേ കേരളത്തിലെ ഏറ്റവും നല്ല ഭരണാധികാരി എന്ന് പറയുന്ന പഴയ തച്ചടി പ്രഭാകരൻ്റെ മകൻ ബിജു പ്രഭാകർ വളരെ സീരിയസ് ആയിട്ട് എല്ലാ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ടാണ് 150ഓളം ഇലക്ട്രിക് ബസ്സുകൾ KSRTC കൊണ്ടുവന്നത്. അത് നാട്ടിലുള്ള നിരക്കിനേക്കാൾ 3 നിരക്കിന് ഓടിയാൽ ലാഭകരമാണെന്നതും തെളിയിച്ചു കൊടുത്തു. എന്ത് സംഭവിച്ചു? ആ ഇലക്ട്രിക് ബസ്സുകളെല്ലാം ഷെഡിൽ കയറ്റാൻ തീരുമാനിച്ചു. ഷെഡിൽ കയറ്റിയില്ലെങ്കിലും ഇനി ഇലക്ട്രിക് ബസ് വേണ്ട, നമുക്ക് ഡീസൽ വണ്ടി മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ആലോചിച്ച് നോക്ക്, ഡീസൽ വണ്ടി ഏറ്റവും വലിയ പരിസ്ഥിതിക്ക് ഏറ്റവും വിനാശകരമാണെന്ന് പറയുന്ന സാഹചര്യത്തിൽ നമ്മുടെ സർക്കാർ അതിലേക്കാണോ പോകേണ്ടത്? അല്ലല്ലോ. അപ്പം ന്യായമായിട്ടും നമ്മൾ നോക്കുമ്പം വാക്കൊന്നും പ്രവൃത്തി മറ്റൊന്നുമാണ്. പശ്ചിമഘട്ടത്തിൽ മാത്രം മതി പരിസ്ഥിതി സംരക്ഷണം, ഇങ്ങോട്ടിറങ്ങുമ്പം പരിസ്ഥിതി സംരക്ഷണം പാടില്ല. ഈ അടുത്ത നാളിൽ അല്ലെങ്കിൽ 2 വർഷം മുന്നേ ഡൽഹിയിലെ പുകയുടെ പ്രശ്നം പറഞ്ഞുകൊണ്ട് ഹരിയാനയിലും പഞ്ചാബിലെയും കർഷകർ വിളവെടുപ്പ് കഴിയുമ്പോൾ ഗോതമ്പിൻ്റെയും നെല്ലിനെല്ലാം കത്തിച്ച് അന്തരീക്ഷത്തിൽ ഭയങ്കര പുകയുണ്ടാകുന്നുവെന്ന് പറഞ്ഞ് ഹരിയാന ഡൽഹിയിലെയും കർഷകർക്ക് 1 കോടി രൂപ അവർ നഷ്ടപരിഹാരം അല്ലെങ്കിൽ പെനാൽറ്റി തീരുമാനിച്ചു. അതിനെപ്പറ്റി പഠിച്ച ദേശീയ തലത്തിലുള്ള കർഷക സംഘടനകളുടെ എനിക്കൊന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സംഘടനയാണ് ആ പഠനം നടത്തിയത് ഡൽഹിയിലെ. ഞാൻ കൃത്യം ഓർക്കുന്നില്ല ആരാണെന്ന് പറയും. എന്തായാലും ഒരു സാങ്കേതിക വൈദഗ്ധ്യമുള്ള ഒരു സ്ഥാപനം തന്നെയാണ്. അവർ കണ്ടെത്തിയൊരു കാര്യമുണ്ട്. ഡൽഹിയിലെ പൊള്യൂഷൻ്റെ 46% മോട്ടോർ വാഹനങ്ങളിൽ നിന്ന് ഉയരുന്ന പുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡൽഹിയിലെ ഇന്നത്തെ അവസ്ഥ കാരണക്കാരാരാ? അവിടുത്തെ വാഹനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയല്ലേ സുപ്രീം കോടതി വാഹനങ്ങൾ, ഡീസൽ വാഹനങ്ങൾ നിരോധിക്കാൻ തീരുമാനമെടുത്തത്. ഈ കുറച്ച് നാൾ മുമ്പ് 2-3 വർഷം മുന്നേ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിലെ സമാനമായ ഒരു വിഷയം എറണാകുളത്തും ഉയർത്തിയിരുന്നു.
തീരുമാനമാകാതെ കിടക്കുക. കാരണം അതിനകത്തൊരു സ്വാധീനമുള്ളവരുണ്ടല്ലോ. അപ്പം പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ താഴോട്ടുള്ള സ്ഥലങ്ങളിലെ ആൾക്കാർ ചില കാര്യങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തണം. ഇനി നമ്മൾ വാഹനപ്പെരുപ്പത്തെ പറ്റി പറയുമ്പോൾ ചിലപ്പം ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ 1968 2025 വാഹനങ്ങളുടെ കണക്കൊന്നും എടുത്തു. 45,682 വാഹനങ്ങളാണ് തിരുവനന്തപുരത്തുണ്ടായിരുന്നത്. ഇപ്പോൾ അത് 20,30,000 ഏതാണ്ട് 44 ഇരട്ടി. കൊല്ലത്ത് കൂടിയത് 46 ഇരട്ടി, ആലപ്പുഴ കൂടിയത് 54 ഇരട്ടി, എറണാകുളത്ത് കൂടിയത് 48 ഇരട്ടി, തൃശ്ശൂർ കൂടിയതോ 58 ഇരട്ടി, കോഴിക്കോട് 66 ഇരട്ടി, കണ്ണൂർ 51 ഇരട്ടി. ഇത്രയും ഇരട്ടി വാഹനങ്ങൾ തേരാപാര അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഡീസൽ വാഹനങ്ങളാണ്. അവർ പുറത്തേക്ക് വിടുന്ന പുകയല്ലേ ഈ പറയുന്ന നമ്മുടെ അറബിക്കടലിനെ ചൂടുപിടിപ്പിക്കുന്നതും അവിടുന്ന് നീരാവിയായിട്ട് ഉയർന്ന മൂന്നാറിൽ ചെല്ലുന്നതും വാഗമണ്ണി ചെല്ലുന്നതും എന്തിനാ പറഞ്ഞാൽ കൂട്ടിക്കൽ ചെല്ലുന്നതും കുമിളി ചെല്ലുന്നതും മഴയായിട്ട് വീഴുന്നതും ഈ പറഞ്ഞ സ്ഥലം ഒലിച്ചു പോകുന്നതും. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? മഴയെ നിയന്ത്രിക്കണം. ഞാൻ വലിയ ശാസ്ത്രജ്ഞനൊന്നുമല്ല, ഞാൻ എന്നാ പറഞ്ഞ കോമൺ സെൻസ് ആപ്ലിക്കേഷൻ ഓഫ് ടെക്നോളജിക്കാരനാണ്. ഞാനത് കണ്ടുപിടിച്ച കാര്യങ്ങളാണ് ഇത് പറയുന്നത്. ഇനി ഇതിനോട് എതിർപ്പുള്ള ആര് വേണേലും എതിർക്കാം. നമ്മളൊരു സംവാദത്തിന് തയ്യാറാണ്. ഡയറക്റ്റ് ഫേസ് ടു ഫേസ് സംവാദം. നിങ്ങൾ ആരെങ്കിലും ശാസ്ത്രജ്ഞന്മാരെ കൊണ്ടുവരിക, നമ്മളും കൊണ്ടുവരാം. ഞാനീ പറയുന്നത് സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിലുള്ള ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങൾ നമ്മൾ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നതാണ്. ശരിക്കും അമേരിക്കയിലും UK-യിലും യൂറോപ്പിലും ഒക്കെ ഇതുപോലത്തെ വലിയ സാങ്കേതിക ശാസ്ത്ര വിഷയങ്ങളുടെ നാട്ടുകാരെ അറിയിപ്പിക്കുന്നൊരു പരിപാടിയുണ്ട്. നമ്മുടെ നാട്ടിലതില്ല. നമ്മുടെ നാട്ടിൽ ശാസ്ത്രവും സാങ്കേതികത്വവും ഒക്കെ വിദഗ്ധന്മാർ മാത്രം മനസ്സിലാക്കിയാൽ മതി, പറയുന്നത് കേട്ടാൽ മതി എന്നാണ് പറയുന്നത്. അതിന് നമുക്ക് നിന്നു കൊടുക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ സാധിക്കുന്ന സാമാന്യ ജനങ്ങളുള്ള കേരളത്തിൽ ഈ വിഷയങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിക്കട്ടെന്നേ, പഠിച്ചിട്ട് പറയട്ടെ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ക്യാരിയിങ് കപ്പാസിറ്റിയും 3 നിലയ്ക്ക് മുകളിലുള്ള നിർമ്മാണ നിരോധനവും എന്ന് ആര് എവിടെ കൊണ്ടുവന്നോ അവിടെ നിന്ന് കേരളത്തിൻ്റെ ചരിത്രം മറ്റൊരു രീതിയിലേക്ക് പോകും. ഈ 3 നില നിരോധനം എന്ന് പറയുമ്പോൾ പശ്ചിമഘട്ടത്തിൽ മാത്രമാണോ ഉള്ളത്? അല്ലല്ലോ. 6.5 ലക്ഷം ഹെക്ടർ സ്ഥലത്തെ നെൽവയലുകൾ നമ്മൾ മണ്ണിട്ട് നികത്തിയില്ലേ? പശ്ചിമഘട്ടത്തേക്കാൾ അതിഭീകരമല്ലേ നെൽവയൽ നികത്തുന്നത്? എല്ലാ പരിസ്ഥിതി മാസികകളിലും എല്ലാ എൻവയൺമെൻറ്റലിസ്റ്റുകളും പറയുന്നത് എന്താണ്? നെൽവയൽ തണ്ണീർത്തടം നികത്തുന്നത് പശ്ചിമഘട്ടത്തിൽ മലയിടിക്കുന്നതിനേക്കാൾ ഭയങ്കരമായ വിഷയമാണെന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ 6.5 ലക്ഷം ഹെക്ടർ നെൽവയൽ നികത്തി അവിടെ മണിമാളികളും സൗധങ്ങളും പണിത് അതിൽ ജീവിക്കുന്നവരാണ് ഇന്ന് പശ്ചിമഘട്ടക്കാരെ തെറി പറയുന്നെന്നുള്ള കാര്യം ആരും മറക്കരുത്. അപ്പോൾ ഈ ക്യാരിങ് കപ്പാസിറ്റിയെ പറ്റി തങ്കച്ചൻ പീറ്റർ പറഞ്ഞല്ലോ. ചുമ്മാ ഒരു സിമ്പിൾ എക്സാമ്പിൾ മതി. നമ്മൾ മൂന്നാറിലോട്ടോ വാഗമണ്ണിലോട്ടോ കുമിളിയിലോട്ടോ ഒന്നും പോകണ്ട. ഞാൻ പഠിച്ചതും 10-20 വർഷം ജോലി ചെയ്ത് എറണാകുളത്താണ്. എറണാകുളത്തെ റോഡുകളിൽ ക്യാരിങ് കപ്പാസിറ്റി നമ്മൾ പരിശോധിച്ചിട്ടുണ്ടോ? എറണാകുളത്തെ വീടുകളുടെ ക്യാരിങ് കപ്പാസിറ്റി പഠിച്ചിട്ടുണ്ടോ? കൊച്ചിൻ കോർപ്പറേഷൻ എന്ന് പറയുന്ന സ്ഥലത്തെ ക്യാരിങ് കപ്പാസിറ്റി എത്രയായിരിക്കണം? ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ 1800 ശിഷ്ടം കാലയളവിൽ തുടങ്ങി 1820 ആരംഭിച്ച് 1978 ക്യാരിങ് കപ്പാസിറ്റി ലോക വിഡ്ഢിത്തരമാണെന്ന് പറഞ്ഞ് ആ കാലയളവിലെ കാര്യങ്ങൾ പഠിച്ചാൽ, ഞാൻ ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറയുമ്പം എറണാകുളം പട്ടണത്തിൽ 10 മണിക്ക് രാവിലെ 10 മണിക്ക് ഒരു ട്രാഫിക് ലൈറ്റിൻ്റെ മുമ്പിലും ക്യൂ കാണാൻ പാടില്ല. പിന്നെ അവിടെ ഒരിടത്തും ട്രാഫിക് ജാം കാണാൻ പാടില്ല. കാരണം എന്താണ്? ഞാൻ ക്യാരിങ് കപ്പാസിറ്റിക്ക് അനുസൃതമായിട്ടല്ലേ അവിടെ വീടുകൾ അനുവദിച്ചിരിക്കുന്നത്. എൻ്റെ റോഡുകൾക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന ആളെ ഞാൻ അനുവദിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പം ഈ ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് 4 എന്നൊക്കെ ചില കണക്കുകളുണ്ട്. എനിക്കിപ്പോൾ അറിയില്ല കേട്ടോ, പഴയ കാലത്തെ ഞാനീ പറയുന്നത്. എന്ന് വെച്ചാൽ 1 സെൻറ്റ് സ്ഥലമുണ്ടെങ്കിൽ അവിടെ 4 സെൻറ്റ് മുകളിലേക്ക് കെട്ടിടം പണിയാം. കാരണം ഇപ്പോൾ നമ്മുടെ ജീവിതം എല്ലാം വളരുന്ന മുകളിലേക്കാണല്ലോ. അപ്പോൾ ഈ 4 നില വരെ പണിയാം എന്ന് പറയുന്ന ആ കൺസെപ്റ്റിനകത്ത് 20-30 നില പണിയുമ്പോൾ അവിടെ ഈ ക്യാരിങ് കപ്പാസിറ്റി ആരെങ്കിലും പഠിച്ചോ? ഒറ്റ ഉദാഹരണം, എളംകുളത്ത് നിന്ന് അകത്തേക്ക് പോകുന്ന റൂട്ടിൽ നമ്മുടെ നേവിയുടെ ഒരു വലിയ ഫ്ലാറ്റുണ്ട്. അതിനകത്തേക്ക് പോകുന്ന റൂട്ടിൽ ഇപ്പോഴും ഒരു മിനി ബസ് ഓടിക്കാൻ പറ്റുന്നില്ല. കാരണം മിനി ബസ് ഓടിക്കാനുള്ള വീതി ആ റോഡിനില്ല. മിനി ബസ് ഓടിക്കാൻ വീതിയില്ലാത്ത റോട്ടിൽ എങ്ങനെയാണ് ഈ 10-15 നിലകളുള്ള കെട്ടിടങ്ങൾ പണിയുന്നത്? അവിടെ 60, 80, 100 വീട്ടുകാർ താമസിക്കുന്നത് എങ്ങനെയാണ്? അവിടുന്ന് ഇറങ്ങി വന്ന് അവരെങ്ങനെയാണ് ചിറ്റൂർ റോട്ടിലേക്ക് കയറുന്നത്? അവരെങ്ങനെയാണ് കല്ലൂർ കടവന്ന റോഡിലേക്ക് കയറുന്നത്? പഠിക്കണ്ടേ നമ്മൾ? അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ക്യാരിങ് കപ്പാസിറ്റിയെ പറ്റി ഏറ്റവും ആധികാരികമായിട്ട് പഠിക്കാൻ പറ്റുന്നത് കൊച്ചിൻ കോർപ്പറേഷനിലാണ്. അത് പഠിക്കട്ടെ. ഇനി സാധാരണക്കാരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ബസ്സിലേക്കുള്ള
ഒരു പാസഞ്ചർ കപ്പാസിറ്റി ഉണ്ട്. സാധാരണ പോകുന്ന ഓർഡിനറി ബസ്സിൽ, നമ്മുടെ നീല കളറുള്ള പ്രൈവറ്റ് ബസ്സിൽ 48 സീറ്റ് ഉണ്ട്. പക്ഷേ 48 സീറ്റില്ല. നടുക്കൂടെ യാത്ര നിർത്താൻ വേണ്ടി 40 സീറ്റേ ഉള്ളൂ. അതിന് 25% നിർത്തിക്കൊണ്ട് പോകാം. അപ്പോൾ എത്രയായി? 52 അല്ലെ 60. ഈ 52 പേരെ കൊണ്ടുപോകുന്നതാണ് മാക്സിമം പാസഞ്ചർ കപ്പാസിറ്റി എന്ന് പറയുന്നത്. 52 മുകളിൽ ഒരാൾ കയറി കഴിഞ്ഞാൽ ഓരോ പാസഞ്ചറിന് 200 രൂപ പെനാൽറ്റി അടയ്ക്കണം. അതാണ് ഓവർലോഡിങ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ ഇനി KSRTCയുടെ ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ്, എക്സ്പ്രസ് ബസ്സുകളിലൊന്നും നിർത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. അതിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ സീറ്റിംഗ് കപ്പാസിറ്റിയാണ് 48. ഈ 48 പേരെ കൊണ്ടുപോകുന്ന KSRTC സൂപ്പർ ഫാസ്റ്റിൽ കോട്ടയത്ത് നിന്ന് കൊട്ടാരക്കരയ്ക്ക് പോകുമ്പോൾ 100-120 യാത്രക്കാരെ കൊണ്ടുപോകുന്നതായിട്ട് കണ്ടക്ടർമാർ തെളിവ് സാറിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാരിയിങ് കപ്പാസിറ്റി അവിടെയൊന്നും ബാധകമല്ലേ? അപ്പം നമ്മളെ ഞാനീ പറയുന്നത് ഇതിന് സാധ്യമായ വികസിത മേഖലകളിൽ ആദ്യമേ ക്യാരിയിങ് കപ്പാസിറ്റിയൊക്കെ നടപ്പിലാക്കുക. പിന്നെ ക്യാരിയിങ് കപ്പാസിറ്റി അടക്കമുള്ളൊക്കെ നടപ്പിലാക്കുമ്പം വരുമാനം ഒരു പ്രധാന ഘടകമായിട്ട് പരിഗണിക്കണം. വരുമാനം കൂടിയവൻ്റെ അടുത്തായിരിക്കണം ഈ നിയമങ്ങളെല്ലാം ആദ്യം നടപ്പിലാക്കേണ്ടത്. കാരണം അവന് ആ നിയന്ത്രണങ്ങൾ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ കൃഷി ഇറക്കാനായിട്ട് മുടക്കുന്ന കാശ് പോലും അതിൻ്റെ ഉൽപ്പന്നം വിറ്റുമ്പം കിട്ടാതെ കടക്കണിയിലായിക്കൊണ്ടിരിക്കുന്ന ഈ മലയോരത്തെ കർഷകനോട് ഈ ക്യാരിയിങ് കപ്പാസിറ്റിയും നിന്നെ ഇറക്കി വിടും, അല്ലെങ്കിൽ അവിടെ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ക്രൂരത തന്നെയാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ വലിയ ഈശ്വരവിശ്വാസിയൊന്നും അല്ലെങ്കിലും ചില ബൈബിൾ വാദങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. നീതിമാൻ്റെ പ്രാർത്ഥന വളരെ ഫലദായകമാണെന്നാണ് പറയുന്നത്. അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ നീതിമാൻ എന്ന് പറയുന്നത് കിട്ടേണ്ട പൈസയുടെ 4 പോലും കിട്ടാതിരുന്നിട്ടും ഈ പറയുന്ന നെല്ലടക്കമുള്ള ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്ത് നാട്ടുകാരെ തീറ്റിപ്പോരുന്ന കർഷകനാണ് ലോകത്തിലെ ഏറ്റവും വലിയ നീതിമാൻ. അവൻ്റെ കണ്ണിലെ കണ്ണീര് വീണാൽ അവിടെ ഉണങ്ങിപ്പോവും, ഭസ്മമായി പോവും, ഒരു സംശയം വേണ്ട. ഞാൻ ഇന്നലെ കണക്ക് തങ്കച്ചമ്പരോട് പറഞ്ഞില്ലേ, 68-നും 2023-നും ഇടയ്ക്ക് ഏറ്റവും ശമ്പളം കുറഞ്ഞ ഒരു പ്യൂണിൻ്റെ, സർക്കാരിലെ ഒരു പ്യൂണിൻ്റെ ശമ്പളം വർദ്ധിച്ചത് 438 ഇരട്ടിയാണ്. ആ 438 ഇരട്ടി തന്നെയാണ് 2023 കാലഘട്ടത്തിൽ നെല്ലിൻ്റെ വില കൂടേണ്ടതെങ്കിൽ നെല്ലിന് ഇപ്പം 436 രൂപ ഒരു കിലോയ്ക്ക് വില വരണം. അപ്പോൾ അരിക്ക് വില എത്രയാവും? 600 രൂപ. കണക്കാക്കുമ്പോൾ നിങ്ങളാരും വിചാരിക്കും ഇതൊന്നും പൊട്ടത്തരവും ഊളത്തരവും അല്ല. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആണ്, കൃത്യമായ കണക്കാണ്. ആർക്ക് വേണമെങ്കിലും കേരള സർക്കാരിൻ്റെ പ്ലാനിംഗ് ബോർഡിൻ്റെ എക്കണോമിക് റിവ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 68-ലെ നെല്ലിൻ്റെ വിലയും കിട്ടും, 2023 നെല്ലിൻ്റെ വിലയും കിട്ടും. നമുക്കറിയാമല്ലോ 28 രൂപ 20 പൈസയാണ് ഇപ്പോൾ 1 കിലോ നെല്ലിൻ്റെ വില. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം നിങ്ങൾ ഡീറ്റെയിൽസ് ഓഫ് സ്റ്റാഫ് എന്ന് പറയുന്ന ബഡ്ജറ്റിന് കൊടുക്കുന്ന രേഖയുണ്ട്. ആ രേഖ പഠിച്ചു, നുണ പറയുന്നതല്ല. അപ്പം 435 രൂപ കിട്ടേണ്ട നെല്ലിന് 28 രൂപ 20 പൈസയ്ക്ക് ഇപ്പോഴും സൃഷ്ടിച്ച് അതിനകത്ത് സായുജ്യമടയുന്ന ഈ കർഷകർ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇത് കേൾക്കുന്ന എല്ലാവരും, നെൽകർഷകർ എല്ലാവരുടെ കാര്യം മനസ്സിലാക്കണം. നമ്മൾ അവരുടെ ഒരു ദയാദാക്ഷിണ്യത്തിൽ ഔദാര്യത്തെ കഴിയുന്നവരാണ്. അവരെ പിന്നെ നമ്മൾ അവരെ കണ്ടത്തിൽ നിന്ന് കയറ്റിവിടും, അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിൽ കൃഷി ചെയ്യുന്നവനോടൊന്നും നീ ഇവിടെ കൃഷി ചെയ്തത് എന്നൊക്കെ പറഞ്ഞാൽ അത് ലോകത്തിലെ ആരും ക്ഷമിക്കുന്നൊരു കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അതിലൊരു നീതീകരിക്കാൻ പറ്റുന്ന ഒരു മാനദണ്ഡം ഉണ്ടോ നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കും. ജെയിംസ് ഉടക്കൻ, ഇപ്പോൾ ഇത്തരത്തിൽ കോടതി ഈ ഒരു നിർദ്ദേശം കൊടുക്കുന്നു. ഇപ്പോൾ കോടതിയിൽ നിന്നുണ്ടാകുന്ന നിർദ്ദേശങ്ങൾ, അടുത്തിടെയായിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം മലയോരത്തെ ഹനിക്കുന്നതാണെന്നാണ് കർഷക സംഘടനകളുടെ പരാതി. അവരുടെ ജനജീവിതത്തെ സാരമായി ബാധിക്കുന്നു. 13 ഗ്രാമപഞ്ചായത്തുകളിലെ ദുരന്ത നിവാരണ നിയമത്തിന് കീഴിലാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ കുമിളിയും വാഗമണ്ണും, അടുത്തത് ഇടുക്കിയിലേക്കും ഈ നിയമം തന്നെ വരുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിനുള്ള പരിപാടികളെല്ലാം ഹൈക്കോടതിയുടെ ഒരു ഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട ഹർജിക്കാർ തന്നെ നടത്തുന്നതായാണ് അറിയാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢ ഉദ്ദേശം എന്താണെന്നാണ് വെസ്റ്റേൺ ഗാർഡ്സ് പീപ്പിൾ ഫൗണ്ടേഷൻ മനസ്സിലാക്കുന്നത്? തങ്കച്ചൻ പീറ്ററെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 1988 തുടങ്ങി 2023 വരെ ഏറ്റവും കൂടുതൽ പൊതുതാൽപര്യ ഹർജികൾ ഫയൽ ചെയ്ത് വിജയം നേടിയ സെൻറ്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ്റെ സ്ഥാപക നേതാവും ട്രസ്റ്റിയാണ്. എനിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കേസ് ബാധിച്ചത് അഡ്വക്കേറ്റ് ജോൺസൺ മനിയാനി, അദ്ദേഹത്തിൻ്റെ മകൻ ജീവൻ മാത്യു മനിയാനിയാണ്. അത് അവരൊന്നും പൈസ മേടിച്ചിട്ടുള്ള കേസ് ബാധിക്കുന്നത്. സത്യത്തിൽ ഇപ്പം നോട്ട എന്ന് പറയുന്ന ആർക്കും വോട്ടില്ല എന്ന് പറയുന്ന ആ ബട്ടൺ പോലും നമ്മൾ സുപ്രീം കോടതി നടത്തിയൊരു കേസിൻ്റെ അനുഭവം ഉണ്ടായതാണ്. സത്യത്തിൽ ഞാൻ കേരള ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലെയോ ജഡ്ജിമാരെയൊന്നും 1% പോലും നീതിവിരുദ്ധമായിട്ട് ചെയ്യുന്നത് ഞാൻ പറയില്ല. അവരൊക്കെ നീതിയോടെ തന്നെ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ സംസാരിച്ച ഇടുക്കിയിലെ 3 നില നിർമ്മാണ നിരോധന ഉത്തരവുകളെ പറ്റി ഞാൻ വളരെ ഗൗരവത്തിൽ പഠിക്കാനുള്ള കാരണം
ഏപ്രിൽ 2-ാം തീയതി കോടതി പറഞ്ഞു വാഗമണ്ണിലും കുമളിയിലും കൂടെ നമുക്ക് 3 നില നിർമ്മാണ നിരോധനം കൊണ്ടുവരാം. ജില്ലാ കളക്ടർ ഒന്ന് പഠിക്കുക. നിരോധനം കൊണ്ടുവരാൻ കോടതി പറഞ്ഞില്ല, പത്രക്കാരങ്ങനെ എഴുതി. കോടതി അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങൾ ഇടുക്കിയിലും കുമളിയിലും വാഗമണ്ണിലൊക്കെ സമാന പ്രശ്നങ്ങൾ മൂന്നാറിലെ പോലെയുണ്ട്. അതുകൊണ്ട് അവിടെ നിർമ്മാണ നിയന്ത്രണം വേണ്ടതായി വന്നേക്കാം. അതുകൊണ്ട് കൃത്യമായി പഠിച്ചിട്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി ജില്ലാ കളക്ടറെ നിയോഗിക്കുകയാണ് ഹൈക്കോടതി ചെയ്തത്. അവരെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? നിങ്ങൾ വീണ്ടും ജൂൺ മാസത്തിലെ ആദ്യത്തെ നിർമ്മാണ നിരോധന ഉത്തരവെടുത്തൊന്ന് വായിക്ക്. ആ ഉത്തരവ് എന്താ പറഞ്ഞിരിക്കുന്നത്? 3 നില നിർമ്മാണ നിരോധനം താൽക്കാലികമായി കോടതി ഇവിടെ വെച്ച് ഉത്തരവിടുന്നു. ഈ ഉത്തരവിനോട് എതിർപ്പുള്ള ഏത് ഗ്രാമപഞ്ചായത്തുകൾക്കും ആർക്കും കോടതിയിൽ അപ്പീൽ സമർപ്പിക്കാവുന്ന കോടതി കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു കോടതി അങ്ങനെ എഴുതുകയല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ജസ്റ്റിസ് മുഷ്താഖ് അഹമ്മദോ അല്ലെങ്കിൽ അന്നാസ് ഹുസൈൻ ഈപ്പനോ അവരൊക്കെ ഈ ലോകം കണ്ട് വളർന്ന ആൾക്കാരല്ലേ. അവർ കൃത്യമായിട്ട് മറ്റൊരു കോടതിയും കൊടുക്കാത്ത രീതിയിൽ ആനുകൂല്യം കൊടുത്തു എല്ലാ പഞ്ചായത്തുകളോടും. ഈ 13 ആദ്യ നിർമ്മാണ നിരോധനം കൊണ്ടുവന്ന 13 പഞ്ചായത്തുകളോടും പറഞ്ഞല്ലോ, നിങ്ങളുടെ പഞ്ചായത്തുകൾക്ക്, നിങ്ങളുടെ സെക്രട്ടറിമാർക്ക്, ജനപ്രതിനിധികൾക്ക് വേണമെങ്കിൽ കോടതിയിൽ വന്ന് ഞങ്ങളുടെ ഈ 3 നില നിർമ്മാണ നിരോധനം നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിക്കാം എന്ന് പറഞ്ഞിട്ട് എന്തേ തങ്കച്ചൻ പീറ്ററെ കാണിക്കാതിരുന്നത്? ഇനി ഞാൻ കണക്കെടുത്തിട്ടുണ്ട്. ആ പഞ്ചായത്തിനകത്ത് മറയൂർ ഭരിക്കുന്നത് കോൺഗ്രസ് ഐക്കാരാ, പിന്നെ കാന്തല്ലൂർ ഭരിക്കുന്നത് LDFന്റെ CPM ആ, ദേവികുളത്ത് CPI ആ, കാന്തല്ലൂർ CPM ആണ്, മൂന്നാറില് കോൺഗ്രസ് ഐ ആണ്, വെള്ളത്തൂരില് CPM ആണ്, ചിന്നക്കനാലിൽ CPI ആണ്, പൈസൻവാലിയിൽ CPM ആണ്, പള്ളിവാസലിൽ CPM ആണ്, ഉടുമ്പൻചോല CPM ആണ്, മാങ്കുളത്ത് CPM ആണ്, ശാന്തമ്പാറ CPM ആണ്, എടമലക്കുടി ആദിവാസി പഞ്ചായത്താന്ന് കൂട്ടണം. ടോട്ടലി ആദിവാസി പഞ്ചായത്ത് എടമലക്കുടി ഭരിക്കുന്ന കോൺഗ്രസ് ഐ ആണ്. ഇനി വരാനിരിക്കുന്ന 2 പഞ്ചായത്തുകളിൽ ഏലപ്പാറ വാഗമൺ ഭരിക്കുന്ന കോൺഗ്രസ് ഐ ആ, കുമളി ഭരിക്കുന്നത് CPI ആ. ഞാൻ ചോദിക്കുന്ന ഈ പഞ്ചായത്തുകളിലെ അഭിഭാഷകരടക്കം, അല്ലെങ്കിൽ പല പഞ്ചായത്തുകളിലും പഞ്ചായത്ത് മെമ്പർ അഭിഭാഷകരല്ലേ, ഈ ഉത്തരവുകളെല്ലാം കോടതിയിൽ നിന്ന് കിട്ടിയതല്ലേ, എന്തി അവരൊന്നും വായിക്കാതിരുന്നത്? എന്നിട്ട് എന്തിനാണ് ഞാൻ കോടതിയുടെ മെക്കിട്ട് കയറുന്നത്? കോടതിയുടെ മെക്കിട്ട് കയറണമെങ്കിൽ കോടതി പോയി പറയണം. ഞാൻ ഒരിക്കലും കോടതിയുടെ മെക്കിട്ട് കയറുന്ന ആളല്ല. എനിക്ക് കോടതിയിൽ പൂർണ്ണ വിശ്വാസമുള്ള ആളാണ്. സത്യത്തിൽ കോടതി അനുവദിച്ചിട്ട് ഇതൊന്നും പഠിക്കാതെ, ഇതൊന്നും പറയാതെ അവിടെ ഇരുന്ന് ഈ ഫ്രണ്ടിൽ ഇരുന്ന് മൈക്ക് കെട്ടി പ്രസംഗിക്കുന്ന ആ ശൈലിയാണ് ഈ പറയുന്ന എല്ലാ പ്രതിസന്ധിക്കും കാരണം. അതുകൊണ്ടാണല്ലോ തങ്കച്ചൻ പീറ്ററെ ഇതെല്ലാം കണ്ട് മടുത്തിട്ടാണ് ഞങ്ങൾ ഒരു 4 മാസം മുന്നേ കർഷക സംഘടനകളെല്ലാം കൂടി ഇടുക്കിയിലെ അതിജീവന പോരാട്ട റസാഖ് ചുരുവേലി ഉണ്ടായിരുന്നു, പിന്നെ ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെൻറ്റിൻ്റെ ഡയസ് പുല്ലൻ ഉണ്ടായിരുന്നു, പിന്നെ കോഴിക്കോട്ടെ വി ഫാം ഫാർമർ ഫൗണ്ടേഷൻ്റെ ജോയി കണ്ണത്തറ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ രാഷ്ട്രീയ കിസാൻ മഹാസംഘിൻ്റെ ദേശീയ സമരം നടത്തുന്ന KV ബിജു, സംസ്ഥാന ചെയർമാനായിട്ടുള്ള അഡ്വക്കേറ്റ് ബിനോയ് തോമസ്, ഡി ജോക്കാപ്പൻ, ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് വിശദമായി ചർച്ച ചെയ്തപ്പോഴാണ് ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായത്. ഇതിനെ ഫലപ്രദമായി നേരിടണമെങ്കിൽ കർഷകരുടെ ഒരു കൺസോർഷ്യം ആവശ്യമാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഈ പറയുന്ന ഒരു കർഷക ഉച്ചകോടി, ഏറെ വിവാദമായിരിക്കുന്ന കർഷക ഉച്ചകോടി കൊണ്ടുവന്നത്. എന്നിട്ട് നമ്മളെന്ത് തീരുമാനിച്ചു? നമ്മളിത് നേരിടാൻ തീരുമാനിച്ചു. നേരിടാൻ തീരുമാനത്തിൻ്റെ ആദ്യ ഘടകമായിട്ട് ഏറ്റവും അവസാനം ഏപ്രിൽ 2-ാം തീയതി കോടതി വാഗമണ്ണിലും കുമളിയിലും കൂടെ നിർമ്മാണ നിരോധനമായിക്കൂടെ എന്ന് ഇടുക്കി ജില്ലാ കളക്ടറോട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ചെയർമാൻ എന്ന നിലയിൽ നിർദ്ദേശിച്ചപ്പോൾ ഞങ്ങൾ നിയമജനമായിട്ട് സംസാരിച്ചു, ഡൽഹിയിൽ ഞങ്ങളുടെ അഭിഭാഷകരോട് സംസാരിച്ചു. അപ്പോൾ അവർ വന്നൊരു കാര്യമുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങൾക്ക് തെളിയിക്കാനാവുന്ന കാര്യങ്ങൾ, അതിനകത്ത് അടിസ്ഥാനപരമായിട്ട് രേഖയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ തയ്യാറാക്കിയിട്ട് നിങ്ങൾ ഇടുക്കി ജില്ലാ കളക്ടർ കൊണ്ട് ഒരു പരാതി കൊടുക്കുക. നിങ്ങൾ അതിനകത്തുള്ള എല്ലാ ഡോക്യുമെൻ്റ് എവിഡൻസും പറയുക. എന്നിട്ട് കളക്ടറോട് പറയുക, ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ചെയർമാൻ എന്ന നിലയിൽ അങ്ങ് സുപ്രീം കോടതി ഹിമാലയത്തെ 13 സംസ്ഥാനങ്ങളിൽ ഈ പറയുന്ന ക്യാരിങ് കപ്പാസിറ്റി കൊണ്ടുവരുവാൻ സാങ്കേതിക സമിതിയെ നിയോഗിക്കണമെന്ന് പറഞ്ഞതിന് സമാനമായിട്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സംസ്ഥാന സർക്കാരിനോടും സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയൊക്കെ പറയണമല്ലോ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അർത്ഥശങ്കയില്ലാത്ത വിധം കൊച്ചുകുട്ടികൾക്ക് മനസ്സിലാക്കാത്ത രീതി നമ്മൾ പറഞ്ഞല്ലോ. എറണാകുളത്തും തൃശ്ശൂരും കോഴിക്കോടും കൊല്ലത്തും ആലപ്പുഴയിലും തിരുവനന്തപുരത്തും വണ്ടി ഓടിച്ച് കടലിനെ ചൂടാക്കിയിട്ട് അതുകൊണ്ട് മഴയാക്കി പശ്ചിമഘട്ടത്തിൽ വീഴുമ്പം അവിടെ മണ്ണിടിഞ്ഞ് പോകുന്ന ഉത്തരവാദികൾ അവിടുത്തുകാരല്ല എന്ന് പറഞ്ഞതുപോലെ ഈ വിഷയങ്ങളൊക്കെ ഒരു ഇടുക്കി ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങളല്ല, തീരുമാനിക്കാവുന്ന കാര്യങ്ങളല്ല. ഇതെല്ലാം അവരെന്ത് ചെയ്യണം? അവർ സംസ്ഥാനത്തെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയോട് പറയണം. 2015 വയനാട്ടിലാണ് ആദ്യമേ നിർമ്മാണ നിരോധനം വന്നത്. അന്ന് വയനാട്ടിലെ ഒരു പൊതുപ്രവർത്തകനും ആ നിർമ്മാണ നിരോധനത്തിനെതിരെ പോയില്ല. 2015 നിർമ്മാണ നിരോധനം ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഇപ്പം നിരോധനം കൊണ്ടുവന്നത്. 2015 നിർമ്മാണ നിരോധനം 2019 ഒരു എലാബറേറ്റ് പ്രോസസ്സായിട്ട് 19 പേജുള്ള ഒരു ഉത്തരവായിട്ട് അന്നത്തെ ജില്ലാ കളക്ടർ ഓർഡർ ഇറക്കി. ജില്ലാ കളക്ടർക്ക് ഓർഡർ ഇറക്കാം,
പക്ഷേ അതിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശങ്ങളും അധികാരങ്ങളൊക്കെ സ്വതന്ത്ര കർഷക സംഘടനകൾക്കും അല്ലാത്തവർക്കും രാഷ്ട്രീയക്കാർക്കും ഇല്ലേ? എല്ലാവരും ചെയ്യണ്ടേ? സംസ്ഥാന സർക്കാർ എത്ര കേസുകൾക്ക് സുപ്രീം കോടതിയിൽ അപ്പീലിന് പോയി? എന്ത് പറഞ്ഞാലും അവർ പറയുമില്ല, കോടതി വിധിയാകട്ടോ, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്നലെ ഇപ്പം എന്നാ പറയുന്നത്, പതിച്ചു കൊടുത്ത ഭൂമിയിൽ ആഞ്ഞിലി മരം വെട്ടിയതിനെ പറ്റി ഒരു സുപ്രീം കോടതി കേസുണ്ടായപ്പോൾ നമ്മൾ ചർച്ച ചെയ്തതല്ലേ? അപ്പോൾ എന്താ നമ്മുടെ മന്ത്രി പറഞ്ഞത്? വനംവകുപ്പ് മന്ത്രി പറയും, അയ്യോ അതെന്നാ ചെയ്യാനായിട്ടാ, അത് സുപ്രീം കോടതി വിധിയല്ലേ എന്ന്. സുപ്രീം കോടതി വിധി വന്നാൽ അതിനെതിരെ നിയമം പാസാക്കി അത് നേടുന്ന ഒരു ചരിത്രമല്ലേ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യയുടെ നിയമനത്തിൽ സുപ്രീം കോടതി എന്താ പറഞ്ഞത്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അംഗമായിട്ടുള്ള ഒരു 3 അംഗ സമിതി ആയിരിക്കണം ചീഫ് ഇലക്ഷൻ കമ്മീഷൻ മെമ്പർമാർ നിയമിക്കണമെന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് സർക്കാർ എന്ത് ചെയ്തു? ഞാനിപ്പോൾ സർക്കാരിനെ സൈഡ് പിടിക്കുന്നതല്ല. ഡൽഹിയിൽ ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ എന്ത് പറഞ്ഞു? നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല, അതുകൊണ്ട് ഞങ്ങളൊരു നിയമം ഉണ്ടാക്കി, ഒരു പുതിയ നിയമം ഉണ്ടാക്കിയിട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി കേന്ദ്ര മന്ത്രിസഭയിൽ ഒരു മന്ത്രിയെ കൂടെ കൂട്ടി അവർ തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൽ അവർ ഇലക്ഷൻ കമ്മീഷണർമാരെ നിയോഗിച്ചു. സുപ്രീം കോടതി അതിനെതിരെ കേസ് പോയി. സുപ്രീം കോടതി അതിന് സ്റ്റേ കൊടുത്തില്ലല്ലോ. അപ്പം നിയമസഭകൾക്കും നിയമനിർമ്മാണ സഭകൾക്കും അവരുടെ അധികാരം ഈ പറയുന്ന ഈ വ്യവസ്ഥാപിത മാർഗത്തിലുണ്ട്. ജുഡീഷ്യറി എന്ന് പറയുന്നത് ഒരു 4-1 മാത്രമാണ്. അല്ലാതെ എല്ലാം ജുഡീഷ്യറി കുറ്റം പറയരുത്. ഇപ്പം വന്യജീവാക്രമണം വന്നാൽ അന്നേരം ഇവർ പറയും, അയ്യോ അത് കേന്ദ്രമാണ്, അല്ലെങ്കിൽ അത് സർക്കാർ അല്ല, അത് കോടതിയാണ്. ഒന്നുമല്ല. നിയമം നിർമ്മിക്കേണ്ടതിന് പകരം എല്ലായിടത്തും പോയി നോക്കിയിരുന്നാൽ ഇതൊക്കെ സംഭവിക്കും. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ കൃത്യമായിട്ട് നിയമനിർമ്മാണം നടത്തുകയും പശ്ചിമഘട്ടത്തിൽ ഞാൻ നേരത്തെ ജയതിലകൻ്റെ റിപ്പോർട്ട് പറഞ്ഞു, അങ്ങനെ ഒരു റിപ്പോർട്ട് ഞാൻ പറഞ്ഞല്ലോ, ജെയിംസ് ഓടക്കനോ സേവ് വെസ്റ്റേൺ പീപ്പിൾ ഫൗണ്ടേഷനോ കർഷക ഉച്ചകോടിയോ സെൻട്രൽ ഫോർ കൺസ്യൂമർ വളരെ പരിമിതികളുള്ള സ്ഥാപനങ്ങളാണ്. ഞങ്ങൾ സ്വന്തമായിട്ട് പൈസ മുടക്കി നടത്തുന്ന ഗവേഷണങ്ങളാണ് ഇതൊക്കെ. നമുക്കൊരു യൂണിവേഴ്സിറ്റിയുടെ ഗ്രാൻഡ് ഇല്ല, നമുക്കൊരു ഫോറിൻ NGOയുടെ സപ്പോർട്ടും ഇല്ല. നമ്മൾ കിട്ടുന്ന നക്കാപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ഓടിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷേ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ഗ്രാൻഡ് കിട്ടുന്ന പഠനങ്ങൾ നടത്താൻ സാധ്യതയുള്ള സ്ഥാപനങ്ങളെ വിളിച്ചിട്ട് ഫാർമറായിട്ടും പ്രോ കോമൺമാനുമായിട്ടുള്ള ചർച്ചകൾക്കും ഗവേഷണങ്ങൾക്കും നേതൃത്വം കൊടുക്കണ്ടേ ഈ രാഷ്ട്രീയ നേതൃത്വങ്ങൾ? അവരെന്തിനാ അവര് ഏറ്റവും മണ്ടരല്ലേ തങ്കച്ചൻപീരരെ അവരിയ്ക്കുന്നത്? അവരല്ലേ ഈ പറയുന്ന ബ്യൂറോക്രസിയെ ഭരിക്കേണ്ടവർ? അവരല്ലേ അക്കാഡമിഷ്യൻസിനെ ഭരിക്കേണ്ടവർ? അവർ പറയണ്ടേ ഇപ്പം എന്താ ചെയ്യേണ്ടത്? ഇപ്പം 2023 ജൂൺ മാസം തുടങ്ങിയ പരിപാടിയാണ് ഇടുക്കിയിലെ നിർമ്മാണ നിരോധനം. ഏതെങ്കിലും ഒരു MLA, ഏതെങ്കിലും ഒരു MP, ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി, ഏതെങ്കിലും ഒരു കോളേജ് ഇതിൻ്റെ നിയമസാധ്യതയെ പറ്റിയോ സാങ്കേതിക പ്രശ്നങ്ങളെ പറ്റിയോ ഒരു പഠനം നടത്താൻ തയ്യാറായോ? ഇല്ലല്ലോ. എന്നെ വേദനിപ്പിക്കുന്നത്, ഞാൻ പേരൊന്നും പറയുന്നില്ല, കേരളത്തിലെ ഏറ്റവും നല്ല അല്ലെങ്കിൽ ആഗോള പ്രശസ്തിയുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഈ പശ്ചിമഘട്ടത്തിൽ 8 നില കെട്ടിടത്തിനകത്ത് പ്രവർത്തിക്കുന്നുള്ളതെന്ന് മനസ്സിലാക്കണം. അവരുടെ 3 നിലയ്ക്ക് മുകളിൽ 5 നില പോയി കഴിയുമ്പോൾ അവർക്ക് സുപ്രീം കോടതിയിൽ പോകാൻ പറ്റുമായിരിക്കും. അവരല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത്? ഇപ്പം നമ്മൾ കുമളിയിലോട്ട് പോയി നോക്കിക്കേ, കുമളിയിലെ 3 നിലയ്ക്ക് മുകളിൽ എത്ര കെട്ടിടങ്ങൾ അവിടെ ഉണ്ട്? ഇനി ഇടുക്കി കളക്ടറേറ്റ് എത്ര നിലയുണ്ട്? 3 അല്ലെങ്കിൽ 4, അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ ഇപ്പം തങ്കച്ചൻപീരന് അറിയാമല്ലോ, കട്ടപ്പന 5 നിലയിലെയും 7 നിലയിലുള്ള എത്ര കെട്ടിടങ്ങൾ 10-40 വർഷമായിട്ട് അനങ്ങാതിരിക്കുന്നു. ഈ അടുത്ത നാളിൽ ഞാൻ മൂന്നാർ ഫോറസ്റ്റ് ഡിവിഷൻ്റെ വർക്കിംഗ് പ്ലാൻ, നമുക്കറിയാമല്ലോ ഓരോ ഫോറസ്റ്റ് ഡിവിഷനും 10 വർഷത്തേക്ക് ഒരു വർക്കിംഗ് പ്ലാൻ തയ്യാറാക്കണം വനംവകുപ്പ്. അതെന്നിട്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് അയച്ചു കൊടുക്കണം. അവരത് അപ്രൂവ് ചെയ്യുമ്പം അത് അപ്രൂവ്ഡ് വർക്കിംഗ് പ്ലാൻ ആകും. ഞാൻ ഈ വിഷയങ്ങൾ വിശദമായപ്പോൾ ഞാൻ മൂന്നാർ ഫോറസ്റ്റ് ഡിവിഷൻ്റെ ഒരു വർക്കിംഗ് പ്ലാനിൻ്റെ ബുക്ക് ഞാൻ ഒരിടത്ത് സംഘടിപ്പിച്ചു. ഞാൻ അതിനകത്ത് അവർ കൃത്യമായിട്ട് ഈ ജോഗ്രഫിക്കൽ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയത് മൂന്നാർ ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിലുള്ള ഒരിടത്ത് പോലും 1.5 മീറ്ററിൽ കൂടുതലും മണ്ണില്ലെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, അവരുടെ റിപ്പോർട്ടിൽ പറയുന്നു മാക്സിമം സോയിൽ ഡെപ്ത് എന്ന് പറയുന്നത് 1.5 മീറ്ററാണ്, 150 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ 150 സെൻറ്റിമീറ്റർ താഴെ പാറയാണെങ്കിലും ആ പാറ കരിക്കമ്പിക്കനോ അങ്ങനെ 5-6 ലക്ഷം വർഷം പഴക്കമുള്ള പാറയാണെന്ന് മാധവഗാഡ്ഗിലടക്കമുള്ള സാങ്കേതിക വിദഗ്ധർ പറയുമ്പോഴും ലോകത്തിലെ ഏറ്റവും ദൃഢമായ പാറയാണ് ഇതെന്ന് പറയുമ്പോഴും ആ പാറയിലോട്ട് ഒരു പൈലടിച്ച് കെട്ടിടം പണിതാൽ ഭൂമി ഇടിഞ്ഞു വീഴുമോ? ഇടിഞ്ഞു വീഴത്തില്ലല്ലോ. ഞാൻ സാങ്കേതിക വിദഗ്ധനോ ആർക്കിടെക്റ്റോ ഒന്നും അല്ല കേട്ടോ, ഞാൻ എൻ്റെ കോമൺ സെൻസിൽ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് തങ്കച്ചൻപീരരെ നമ്മൾ വരുന്ന ശാന്തംപാറയുടെയും എന്നാ പറയുന്നത് പൂപ്പാറയുടെയും താഴെ ഒരു ന്യൂട്രീനോ ലാബറട്ടറി വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ന്യൂട്രീനോ ലാബറട്ടറി എന്ന് പറഞ്ഞാൽ ലോകത്തിൽ തന്നെ 4-5 ഉള്ളൂ. ലോകത്തിലെ ഏറ്റവും ദൃഢമായ പാറയ്ക്കകത്ത് അത് പാറ തുരന്ന് 3 കിലോമീറ്റർ അകത്ത് കയറിയിട്ട് നടത്തുന്ന പരീക്ഷണമാണ് ന്യൂട്രീനോ ലാബറട്ടറി. അവർ ഇന്ത്യ മുഴുവൻ പരിശോധിച്ചു. കേന്ദ്ര ശാസ്ത്ര സാഹിത്യ എന്നാ പറയുന്ന വകുപ്പ്
ഏറ്റവും ബലമുള്ള പാറയായിട്ട് അവർ കണ്ടെത്തിയത് ഈ പറയുന്ന പെട്ടിമുടിയോ പെട്ടിപ്പാറയോ അവിടെയാണ്. അതായത് നമുക്ക് കേരളത്തിൻ്റെ കീഴെയാണെങ്കിലും എൻട്രൻസ് എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ കൂടെയാണ്, തേനി കൂടെയാണ്. അപ്പോൾ ആ പാറ സ്ഥാപിക്കാൻ സമ്മതിച്ചില്ലേ? ഇനി ഈ 3 നില നിർമ്മാണ നിരോധനം നടത്തിയ മാങ്കുളം പഞ്ചായത്തിനകത്തല്ലേ 250 കോടി രൂപയുടെ മാങ്കുളം ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് നടക്കുന്നത്? ഞാൻ ഈ അടുത്ത നാളിൽ മാങ്കുളത്തെ സമരത്തിന് പോയപ്പം കണ്ടു 75 or 80 ടിപ്പറുണ്ട് അവിടെ. എത്ര എക്സ്കവേറ്റർ ഉണ്ട് അവിടെയുണ്ട്. 3 കിലോമീറ്റർ നീളത്തിലാണ് ഭീമാകാരമായ ഒരു തുരങ്കം നിർമ്മിക്കുന്നത്. അതൊന്നും ഇവിടെ പ്രശ്നമില്ലേ? അപ്പോൾ ഈ വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ രാഷ്ട്രീയ നേതൃത്വവും അല്ലെങ്കിൽ പൊതുജനങ്ങളെ പിന്തുണയ്ക്കുന്ന അവകാശപ്പെടുന്നവരും ചെയ്യാതിരിക്കുമ്പോഴാണ് ഈ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരുന്നുണ്ട്. ചന്ദ്രൻ, ഫേസ് ടു ഫേസിൽ ഇത്രയും നേരം സംസാരിച്ചത് വെസ്റ്റേൺ ഗാർഡ്സ് പീപ്പിൾ ഫൗണ്ടേഷൻ്റെ ചെയർമാൻ ജെയിംസ് വടക്കനാണ്. വളരെയധികം നന്ദി.